നോക്കി മാഡം. അയ്യോ അമ്മേ, മാഡം അമ്മ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഇവിടുത്തെ കാറിന്റെ ചാവി ഉണ്ടോ നോക്കട്ടെ. അമ്മേ മാഡം കണ്ണുർക്ക്. അമ്മ എഴുന്നേക്ക് മാഡം. കണ്ണുറുന്നുണ്ടല്ലോ. മോളിക്കുട്ടി, ചാവി നോക്കിട്ട് കാര്യമില്ല, നമുക്ക് ഓട്ടോയിൽ കൊണ്ടുപോവാം. നീ വേഗം കൊണ്ട് വാ. ഇന്ന് അവള് മാറാൻ ഞാൻ കൈയോടെ പിടിക്കും. ഞാൻ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അയ്യോ കൂട്ടിട്ടല്ലോ മറ്റു വലിയ കണ്ടോ? ഇവരിപ്പോ പട്ടാപ്പകൽ ഇറങ്ങി തുടങ്ങിയോ? കഴിഞ്ഞ 2-3 മാസമായിട്ട് പല വീട്ടിലും കള്ളം കയറിയിട്ടുണ്ട്. നീ വന്നേ. എന്താ താനാരാണോ? താനോട് എന്തെടുക്കുവാ? എന്തെടുക്കുക എന്നാ? എടാ, ഇത് എന്റെ ബന്ധുവീടാ. ഞങ്ങള് ബന്ധുക്കൊക്കെ ഏത് വഴിക്കും കേറാം. അതൊക്കെ നീയൊക്കെ ചോദിക്കാൻ പറ്റുന്നതിന് കേട്ടില്ലടാ, സിത്താര മേഡത്തിന്റെ ബന്ധുവാണ്. സിത്താര മേഡത്തിന് കൊടുക്കുന്ന ബഹുമാനം നമ്മൾ ഇദ്ദേഹത്തിനും കൊടുക്കണം. കൊടുത്തേക്ക്. വേണം. അങ്ങനെ വഴിക്ക് വാ. ഇല്ലെങ്കിലേ ബഹുമാനിച്ചില്ലെങ്കിൽ, എന്നെ ഇങ്ങോട്ട് ബഹുമാനിച്ചില്ലെങ്കിലേ ഉദയന് തിരിച്ച് അങ്ങോട്ട് ഒരു ബഹുമാനവും ഇല്ല. അയ്യോ, അടിച്ചോട്ട് ബഹുമാനിക്കണ. ഇടം എന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലേ പട്ടാപ്പകല് കക്കാൻ കയറിയിട്ട് നിന്നെ തൊടാൻ പാടില്ലെന്നാ. എടാ, താൻ എന്ത് പുണ്ണാക്കടേ പറയുന്നത്? എടാ, ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങള് ബന്ധുക്കൾ തന്നെ. നീ ഇപ്പൊ എന്നെ ഒരു അടിയടിച്ചല്ലേ, അത് ഏത് വിധത്തിലാ നിന്നെ ബാധിക്കാൻ പോകുന്നെന്ന് നീ നോക്കിക്കോ. അടിച്ചാ നീ തിരിച്ചടിക്കോ? അടിക്കും. ഞാൻ തിരിച്ചടിക്കൂല, അടിക്കൂലെന്ന്. പോലീസിനെ വിളിച്ചാൽ ശരിയാവൂല. പോലീസിനെ വിളിക്കേ ചെയ്യരുത്. പോലീസിനെ വിളിച്ചാൽ ശരിയാവൂല. അതുകൊണ്ടാ കാണാം. ശരി ശരി, നിക്കടാ. അമ്മ, അമ്മ എഴുന്നേക്കമ്മ. അമ്മ, എന്റെ അമ്മ. അമ്മ എഴുന്നേക്കമ്മ. അമ്മ കണ്ണുറക്കമ്മ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിഷ്ടമില്ലാത്ത ആളുകൾ എന്റെ വീടിനകത്ത് കാല് കുത്തുന്ന പോലും ഞാൻ സഹിക്കില്ല. കണ്ണു തുറന്ന് വിളിച്ചോണ്ട് പൊക്കണം. ഇനി ഒരിക്കലും എന്റെ മുന്നിലേക്ക് വരരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണം. കേട്ടല്ലോ മാഡം? ഒരുപാട് അഹങ്കാരം കാണിക്കരുത്. ഈ കിടക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, നിങ്ങൾ പ്രസവിച്ച കൃഷ്ണയെ വളർത്താൻ വേണ്ടി ഒരു ജന്മം മുഴുവൻ ഹോമിച്ചതാ. ഇപ്പൊ കാണിക്കുന്ന ഈ അഹങ്കാരം എല്ലാം മാറി ഒരിക്കൽ മാഡത്തിന് സത്യം ബോധ്യപ്പെടും. അന്ന് മാഡം കരയും. അന്ന് ഈ സ്ത്രീയുടെ കാല് പിടിച്ച് കണ്ണുനീര് തൂവിയാ പോലും അതിന്റെ ശാപത്തിൽ നിന്ന് മാഡത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരോട്ടോക്കാരിയാ നീ. നീയാണോ സിതാര ശ്രീനിവാസനെ ഉപദേശിക്കാൻ വരുന്നത്? ഓട്ടോ ഓടിക്കുന്നവരെന്താ മനുഷ്യരല്ലേ? നിങ്ങളെക്കാൾ നന്നായി മനുഷ്യനെ മനസ്സിലാക്കാൻ എനിക്കറിയാം. എന്റെ ജീവിതം നശിപ്പിച്ച ഒരുത്തിക്ക് വേണ്ടിയിട്ട് ആര് വാദിക്കാൻ വന്നാലും സിതാര അത് കേട്ട് നിൽക്കില്ല. പിന്നെ ഈ വീടിനകത്ത് കയറി നിന്നിട്ട് എന്നെ വെല്ലുവിളിക്കാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ ഓടിക്കുന്ന തുരുമ്പൂടി ഉണ്ടല്ലോ, അത് നിന്നെയും ചേർത്ത് ഇല്ലാണ്ടാക്കാനായിട്ട് സിതാരയ്ക്ക് പറ്റും. ദേ മോളിക്കുട്ടി, വേണ്ട. അമ്മേ, 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 അമ്മേ എഴുന്നേക്കമ്മേ. എഴുന്നേക്ക്, എഴുന്നേക്കമ്മേ. അമ്മ, അമ്മേ. എന്തിനമ്മേ നാണം കെടാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി ഇവിടേക്ക് വരില്ലെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? അമ്മ എത്ര നാണം കെടാനും തയ്യാറാമോളെ. സത്യം മാഡം അംഗീകരിക്കുന്നത് വരെ അമ്മ ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും. നീ നിന്റെ അച്ഛനമ്മമാരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണണം.
അതിനു വേണ്ടിയാ അമ്മ വീണ്ടും വീണ്ടും വരുന്നേ. വേണ്ട, ആട്ടിപ്പായിക്കാൻ നിൽക്കുന്നൊരമ്മയെ എനിക്ക് വേണ്ട. എനിക്ക് എന്നെ വളർത്തിയ എന്റെ അമ്മയെ തന്നെ മതി. എഴുന്നേക്കമ്മേ, വാ നമുക്ക് പോവാം. പെട്ടെന്ന് വിളിച്ചിട്ട് നോക്കൂ. ഇവളൊക്കെ വീടിനകത്ത് കയറിയാൽ തന്നെ ശുദ്ധം ചെയ്യണം. മതി മാഡം, ഞങ്ങൾ ഇറങ്ങിക്കോളാം. അമ്മ ഇനി ഇങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. അമ്മ വന്നേ, നമുക്ക് പോവാം. മോളെ, എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അന്തസ്സോടെ പറയണേ, എനിക്ക് ഈ അമ്മയുണ്ട്. മരണം വരെ എനിക്ക് ഈ കൂട്ട് മതി. അമ്മ വന്നേ. അയ്യോ അമ്മേ, 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 മോളിക്കുട്ടി, അമ്മേ ഓടി വന്നേ. അയ്യോ അയ്യോ മാഡം, കണ്ണൂർക്ക് അമ്മേ, എഴുന്നേക്ക്. അയ്യോ അമ്മേ, കണ്ണൂർക്ക് അമ്മേ, അമ്മേ. അയ്യോ മാഡം, മാഡം നോക്കി. മാഡം, അയ്യോ അമ്മേ, മാഡം ഒന്ന് എഴുന്നേക്ക്. അമ്മേ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഇവിടുത്തെ കാറിന്റെ ചാവി ഉണ്ടോ നോക്കട്ടെ. അമ്മേ, മാഡം കണ്ണൂർക്ക് അമ്മേ, എഴുന്നേക്ക്. മാഡം, മോളെ, കണ്ണൂർക്ക് ചോര വരുന്നുണ്ടല്ലോ. മോളിക്കുട്ടി, ചാവി നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഓട്ടോയിൽ കൊണ്ടുപോവാം. നീ വേഗം കൊണ്ടുവാ. അമ്മേ, 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 മോളിക്കുട്ടി, അമ്മേ, മോളിക്കുട്ടി പിടിച്ചേ. പതുക്കെ പതുക്കെ. എന്താ സംഭവിച്ചേ? സ്റ്റെപ്പിൽ നിന്ന് വീഴായിരുന്നു. എന്തെങ്കിലും വഴക്കോ മറ്റോ? അയ്യോ അതൊന്നും അല്ല ഡോക്ടറെ. ഓക്കെ, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. ബ്ലഡ് വേണ്ടി വരും. അറേഞ്ച് ചെയ്യാലോ അല്ലേ? അറേഞ്ച് ചെയ്യാം ഡോക്ടർ. ശരി, എങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് നിൽക്കാം.